അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊഞ്ചും ചെറിയ ഉള്ളിയും കൊണ്ട് അടിപൊളിയായിട്ട് ഒരു റോസ്റ്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 300 ഗ്രാമോളം ഉണ്ട് നമ്മൾ ചെമ്മീൻ എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി, ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന്റെ അരപ്പൊക്കെ ഒന്ന് നല്ലോണം പിടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മസാല ഒക്കെ അതിനകത്ത് തേച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഒരു പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് തിരിച്ചിടാം. ഇപ്പൊ നമ്മുടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാറ്റാം. അപ്പൊ ഇതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു 100 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞതാണ് അതിട്ടുള്ളത്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പും കൂടെ. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 തക്കാളി പേസ്റ്റ് ആക്കിയായിരുന്നു അത് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് എല്ലാം നല്ലോണം ഒന്ന് റെഡിയായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അത് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ആദ്യം ഇട്ട പൊടിയേ ഉള്ളൂ. പിന്നെ നമ്മൾ പൊടി കുരുമുളക് പൊടിയും ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നുള്ളത് നമ്മൾ ആദ്യം ഇതിനോട് ചേർത്താണ് അതിനകത്തിട്ട് നമ്മൾ പൊടിയൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പൊ തന്നെ നല്ല എരി കാണും. ഇനി നമുക്കൊരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പം ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എടുക്കാം, നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് നല്ല എണ്ണയൊക്കെ ഇങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കൂട്ടുകാരിതാ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ. ഇതേ കണക്കാണ് ചെറിയ ഉള്ളിക്കകത്ത് നിങ്ങൾ കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നതെന്നൊന്നും പറയണേ. നമുക്ക് അടിപൊളിയോ ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പോ ദോശ എന്തോ ആയിക്കോട്ടെ, ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതേ കണക്ക് ചെയ്ത് കിടക്കച്ചായിരിക്കണ്ട.